ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗ്യാസ് സ്റ്റൗ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ആദ്യമായി എൻ്റെ ചാനൽ കാണല്ലെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. നമ്മൾ ചായയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഗ്യാസ് സ്റ്റൗവിൽ പതച്ച് മറിഞ്ഞാൽ അതെങ്ങനെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അത് മാത്രമല്ല, ഗ്യാസ് സ്റ്റൗവിന് കുറച്ച് കാലം കഴിഞ്ഞാൽ തിളക്കെല്ലാം മങ്ങി വരും. അതും എങ്ങനെ മാറ്റിയെടുക്കാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതിനായി ആദ്യം ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ കുറച്ച് പേസ്റ്റ് ആക്കിയിട്ട് നന്നായി സ്ക്രബ് ചെയ്ത് എടുക്കുക. പേസ്റ്റ് ആക്കുന്ന മുമ്പായിട്ട് ഗ്യാസ് സ്റ്റൗ 2 മിനിറ്റ് ഒന്ന് നനച്ച് വെക്കണം. ഇത് നമുക്ക് വളരെ ഈസിയായി തന്നെ ചെയ്തെടുക്കാം. ഇവിടെ എല്ലാം നന്നായി കറ പിടിച്ചിട്ടുണ്ട്. അതെല്ലാം നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സ്ക്രബ് ചെയ്യുന്നതിനെ ക്ലീനായി വരുന്നുണ്ട്. നല്ലോണം സ്ക്രബ് ചെയ്യുക. ഇതിൻ്റെ കറയെല്ലാം ഇളകി വരുന്നുണ്ട്. നല്ലോണം മാറിയിട്ട് തിളക്കം ഉള്ളതൊക്കെ ആവുന്നുണ്ട്. കറയുള്ള ഭാഗത്ത് കുറച്ച് നന്നായി പ്രസ് ചെയ്ത് സ്ക്രബ് ചെയ്യാൻ നോക്കാം നമ്മൾ. ഇത് 3 അടുപ്പുള്ള ഗ്യാസ് സ്റ്റൗവാണ്. ഗ്യാസ് സ്റ്റൗവിനെല്ലാം കുറച്ചൊരു കറ പിടിച്ചാൽ തന്നെ നമുക്ക് അടുക്കളയിൽ ഇറങ്ങാനൊരു മടിയായിരിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു തുണി എടുത്തിട്ട് നമുക്ക് നല്ലോണം ഇത് തുടച്ചു കൊടുക്കാം. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും നല്ല തിളക്കം വന്നതും അതിൻ്റെ ആ കറയെല്ലാം മാറിയിട്ട് നല്ല ക്ലീനായി കിട്ടിയത് കാണാൻ പറ്റും. നന്നായി തിളക്കം വന്നിട്ടുണ്ട്. ഇത് നല്ല പുതിയതുപോലെ തന്നെ ആവുന്നുണ്ട്, നന്നായി തിളങ്ങിയിട്ട്. അടുത്ത ഗ്യാസ് അടുപ്പ് ഞാൻ ഇതുപോലെ തന്നെ ചെയ്ത് നന്നായി സ്ക്രബ് ചെയ്ത് പേസ്റ്റ് ഇട്ടിട്ട് തന്നെ അതും നന്നായി തിളങ്ങിയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവർക്കും ഈ ടിപ്സ് ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഇതുപോലത്തെ ക്ലീനിങ് ടിപ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.